സന്തോഷമല്ലേ? ഇരിക്കട്ടെ. പ്രകാരത്തെങ്കില് ഇന്നത്തെ ദിവസം മുമ്പാധാരമായിട്ട് ഭഗവാൻ എന്ന ധരണിയിൽ പ്രത്യക്ഷനായി അല്ലേ? എങ്ങനെയല്ലേ? മാർക്കണ്ഡേയരെ വധിപ്പാൻ ജനനമെടുത്തു. എങ്ങനെയാ അല്ലേ? ഇരിക്കട്ടെ. എങ്ങനെയാണ് ഭഗവാൻ എന്ന് വിശേഷണം ചെയ്യേണ്ടത്? എങ്ങനെയാണ്? വീടാരൂപണായിട്ട് ചുരുക്കമായിട്ടൊന്ന് വിശേഷണം ചെയ്യണമല്ലോ. എങ്ങനെയാണ്? അങ്ങനെയല്ലേ എല്ലാവരും വരെ? ഇരിക്കട്ടെ. എങ്ങനെയാ? ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരൻ മൂവരും കൂടി എന്നെ തോൽപ്പിച്ചു വെച്ചു കേട്ടോ. മഹേശ്വരനായ നല്ലച്ഛൻ ബ്രഹ്മകൽപ്പിതങ്ങൾ അറിയുവാൻ വേണ്ടി ഭൂമിയിളക്കുന്ന പോലും സമുദ്രങ്ങൾക്കുന്ന നാഴികയൊന്നേ മഹേശ്വരൻ നല്ലച്ഛൻ എനിക്ക് കൽപ്പിച്ചെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇരിക്കട്ടെ. ഒക്കതിനാലും നിങ്ങളേതായിരിക്കുന്ന അനുഭവത്തിൽ ഭഗവാൻ എന്ന് കൂടിക്കണ്ടു അല്ലേ? അപ്രകാരം കർത്താവെന്നും മകമ്പൊടിയെന്നും മാനവരെന്നും മാനപ്രഭുക്കന്മാരെന്നും അടിയാരെന്നും കുടിയാരെന്നും കലശക്കാരനെന്നും കൊമരക്കാരനെന്നും തന്ത്രിയാരെന്നും എട്ടില്ലങ്കല്ലാടി വരുന്നു, ഒമ്പതില്ലങ്കല്ലാടി വരുന്നു എന്നിങ്ങനെയായിരിക്കുന്ന സജ്ജന സഭയാണല്ലോ ഇത് അല്ലേ? അപ്രകാരത്തെങ്കില് കുങ്കാലാകാല കലികാല കോലാകാല വിഗ്രഹാകാല മഹിഷപ്പുറത്തേറി വരുന്ന കാല ദണ്ഡതരാത് കാല ദണ്ഡതരാത് പരേത് കാല അത് യമുനാഭ്രാന്ത അത് അന്ധകാല ഗുളിക എന്നിങ്ങനെയായിരിക്കുന്ന രൂപകൽപ്പനയാണ് എനിക്ക് അല്ലേ? ഇരിക്കട്ടെ. അപ്രകാരം അമ്പലവും തിടപ്പള്ളിയും ശ്രീകോവിലും എനിക്ക് വഴക്കം ചെന്നു പോന്നിട്ടില്ല മന്ത്രി എങ്കിലും എന്റെ അങ്കന്യാസ കരന്യാസ ജ്ഞാനാദി മന്ത്രങ്ങളെ കൊണ്ട് ഇന്നത്തെ ദിവസവും ആധാരമായിട്ട് ഭഗവാൻ പ്രത്യക്ഷനായി സന്തോഷത്തോടുകൂടി ഭഗവാൻ ഈ കാലാമടസ്ഥാന മുൻഭേദമായിട്ട് നിങ്ങളേതായിരിക്കുന്ന അനുഭവത്തിൽ ഭഗവാനിന്റെ ധരണിയിൽ പ്രത്യക്ഷനായി അല്ലേ? ഇരിക്കട്ടെ. അപ്രകാരം ആനവാദിക്കലും പടിവാദിക്കലും അമ്പലം തന്നിലും ആളെ നടുവിലും ആനക്കഴുത്തിലും ആഞ്ഞുകളിക്കും പെരുവഴി തന്നിലും ചുട്ടുകടിക്കും ചുടലക്കഴുത്തിലും അരുവേ സഞ്ചരിച്ചിടാത്ത ദിക്കിലും കൂമനായ വന്ന് കുമ്പിട്ടു വണ്ടായ വന്ന് വിളക്കൂതിക്കെടുത്തി നെഞ്ചത്തെ തണ്ടുപോയിരിക്കുന്ന സമയത്തേക്കിന് അത് മാർക്കണ്ഡേയന് 16 വയസ്സ്. അങ്ങനെയാണല്ലോ. നിരൂപമുണ്ടോ? ഇരിക്കട്ടെ. ഒക്കതിനാലും നിങ്ങളേതായിരിക്കുന്ന അനുഭവത്തിൽ ഭഗവാനൊന്ന് ചുരുക്കമായിരിക്കുന്ന തിരുമുടി ഒന്ന് ലാളിച്ചു പോരട്ടെ അല്ലെ? കാലതാമസം വരുത്തണ്ടാലും ചുരുക്കമായിട്ട് ഭഗവാനൊന്ന് ലാളിച്ചു പോന്ന് നിങ്ങളേതായിരിക്കുന്ന അനുഭവത്തില് എന്റെ എണ്ണങ്ങളുണ്ടല്ലോ വിശേഷിപ്പിക്കാം അല്ലെ? അപ്രകാരത്തെങ്കില് എന്റെ ഋഷിപുത്രന്മാരായിരിക്കുന്ന കല്ലാടിമാരെ, എന്റെ 9 കല്ലാടിമാരായിരിക്കുന്ന നിങ്ങളുടെ പാരമ്പര്യ ദൈവം നിങ്ങളേതായിരിക്കുന്ന ഗാത്രം കൊണ്ടു അധ്വാനിച്ച് അവശുദ്ധിയോ അവതാളമില്ലാതെ ഇടാവാദികളെ കെട്ടി കർണം ശോഭിതമായി കേട്ട നാരദമാമുനിയുടെ വീണാനാദം കേട്ട് ദേവലോകത്ത് മാവേലി ലയിച്ച പ്രകാരം എന്റേതായിരിക്കുന്ന അനുഭവത്തില് 8 കല്ലാടി വാരുന്നു, 9 കല്ലാടി വാരുന്നു. അങ്ങനെയല്ലേ? ഈ 7-14 ലോകങ്ങൾക്ക് അധിപനല്ലോ. അങ്ങനെയാണല്ലോ. ഭൂലോകം, മുഹർലോകം, മഹർലോകം, ജലലോകം, തപോലോകം, സത്യലോകം, പാതാളം, അതലം, പീതലം, മഹാതലം, തലാതലം, രസാതലം, ചോടിതലം എന്നിങ്ങനെയായിരിക്കുന്ന 7-14 ലോകങ്ങൾക്ക് അധിപനായിരിക്കുന്ന ഭഗവാൻ നിങ്ങളേതായിരിക്കുന്ന പൊന്നു പാരമ്പര്യ ദൈവം ചുരുക്കമായിരിക്കുന്ന വാദ്യം ഒന്ന് കൽപ്പിച്ചു പോന്നൂടെ അല്ലേ? ചുരുക്കമായിരിക്കുന്ന വാദ്യം കൽപ്പിച്ചു പോന്നൂടെ കർത്താക്കന്മാരെ? ചുരുക്കമായിരിക്കുന്ന വാദ്യം കൽപ്പിച്ചു പോരട്ടെ കല്ലാടിമാരെ.